യാതൊരു വിധത്തിലുള്ള കുരുക്കളോ കലകളോ ഇല്ലാത്ത മുഖചർമ്മം ലഭിക്കുന്നതിനുള്ള ഒരു ഫേസ് പാക്കാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇല, മാവില, പുതിനയില, പേരയില, തുളസിയില എന്നിവയാണ് ആവശ്യം. പേരയുടെയും മാവിൻ്റെയും തളിരിലയാണ് ഇതിന് നല്ലത്. ഈ ഇലകളിൽ ചൊറിച്ചിലുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല. കാരണം അതിലൊരു രാസവസ്തു ഉണ്ട്, അതിൻ്റെ ഇലയുടെ പുറത്ത് ഒരു രാസവസ്തു ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആര്യവേപ്പിൻ്റെ ഇല 4-5 പ്രാവശ്യം റണ്ണിങ് വാട്ടറിൽ കഴുകിയതിന് ശേഷം നമ്മൾ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. മറ്റിലകൾ നമ്മൾക്ക് 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇലകളെല്ലാം മാറ്റി വയ്ക്കുകയാണ് വെള്ളത്തിൽ നിന്ന്. ഇനി ആര്യവേപ്പിലെ അഴുക്കും കെമിക്കലും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയും വെള്ളത്തിൽ നിന്ന് മാറ്റി ഊറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ഗ്ലാസ്സോളം പാല്, ഏകദേശം 250 ml പാലെടുത്ത് അതിൽ ഈ ഇലകളെല്ലാം മുക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റോളം കുതിരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിനു മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സിയുടെ ജാറിൽ നമ്മൾ ഇതിനു മുൻപ് പച്ചമുളകോ കുരുമുളകോ അങ്ങനത്തെ എരിവുള്ള ഒന്നും അരച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം തൈര് ചേർക്കാം. നമ്മുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഏകദേശം 1 മാസത്തോളം നിൽക്കും. അതുകൊണ്ടാണ് ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അളവിൽ ഇലകൾ എടുത്താൽ മതി. ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം വൃത്തിയായി കഴുകാം. ഇനി ഇതിന് ശേഷം മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴുകിയാലും മതി. 1 മാസത്തോളം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം. ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള മാറ്റം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ അരച്ചിട്ടുള്ള മിക്സിയുടെ ജാറ് നല്ല വൃത്തിയിൽ കടലപ്പൊടി ഉപയോഗിച്ചോ ഏതെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചോ നല്ല വൃത്തിയാക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ടുണ്ടാക്കുന്ന തേങ്ങ അരപ്പോ എന്തെങ്കിലും അതിനൊരു കയ്പ്പ് രസമുണ്ടാകുവാൻ സാധ്യതയുണ്ട്.